അങ്ങനെ ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വന്നിരിക്കുകയാണ്. വിഷു പ്രമാണിച്ച് കണ്ടസ്റ്റൻസിനോടൊപ്പം കുറച്ചു നേരം സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി പാട്ടും ഡാൻസും ഒക്കെ കൊണ്ടൊരു അടിപൊളി പ്രൊമോ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എവിക്ഷൻ്റെ കാര്യം എന്താ, ഇന്നലെ ആരും എവിക്റ്റ് ആക്കിയില്ല ഇന്നലെ. അപ്പോൾ ഇന്നും നോ എവിക്ഷൻ ആയിരിക്കുമോ വിഷു ആയതുകൊണ്ട്, അതിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാം. ലാലേട്ടനെ കണ്ട് പൊട്ടിക്കരഞ്ഞ് ജാൻമണി മറ്റൊരു നാട്ടക് ഇറക്കിയിരിക്കുകയാണ്. പ്രൊമോ വന്നിട്ടുണ്ട്. അതോടൊപ്പം എവിക്ഷൻ്റെ അപ്ഡേറ്റും പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ആ ബെല്ലൈക്കൺ കൂടി ടേൺ ഓൺ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് വേഗം വന്നതിനെ കിട്ടത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ ലാലേട്ടൻ്റെ ഒറ്റയ്ക്കുള്ള ഒരു സിംഗിൾ പ്രൊമോ വന്നിട്ടുണ്ട്. അത് വിഷു നേർന്നുകൊണ്ട് ഒരു പാട്ടൊക്കെ പാടിയാണ് ലാലേട്ടൻ വരുന്നത്. അതിനുശേഷം ഇപ്പോൾ കാണിക്കുന്നത് ലാലേട്ടൻ മെയിൻ എൻട്രൻസ് വഴി വീടിനകത്തേക്ക് എൻട്രി ചെയ്യാണ്. വീടിനകത്തേക്ക് എൻട്രി ചെയ്യുമ്പോൾ വീട്ടുകാർ മൊത്തം കഴിഞ്ഞ സീസണൊക്കെ നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. പക്ഷേ ഈ സീസൺ എല്ലാവരും ലാലേട്ടൻ്റെ കടമ കരയാണ്. ജാസ്മിൻ, ജാൻമണി, ഋഷി ഇവരെല്ലാം ഫ്രണ്ട് വരിയിൽ നിന്നുകൊണ്ട് കരയാണ്. കുറച്ച് പേര് ചിരിക്കുന്നുണ്ട്, ഇവരൊക്കെ കരയുന്നു. അപ്പോൾ ആനന്ദാശ്രു ആയിരിക്കാം. ജാൻമണിയാണ് ലാലേട്ടൻ ഇങ്ങനെ പിടിച്ചു നിന്നുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ ലാലേട്ടൻ വീടിനകത്തേക്ക് വരുന്നു. ജിൻഡോയാണ് കൃഷ്ണൻ, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ ആനയിച്ചുകൊണ്ട് പോവാണ്. ജിൻഡോയും നോറയും കൂടി നേരെ പോകുന്നു. ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഓരോരുത്തരും കൈനീട്ടമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. കൈനീട്ടം ഇങ്ങനെ കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ പായസം ഉണ്ടാക്കി തന്നു. പായസം ലാലേട്ടൻ കുടിക്കുന്നത് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കുന്നത് കാണിക്കുന്നു. ദെൻ ലാലേട്ടൻ നമ്മുടെ ലിവിങ് ഏരിയയിലെ സോഫ സെറ്റിൻ്റെ നടുക്ക് വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടസ്റ്റൻസിൻ്റെ ഡാൻസ്, എല്ലാവരും ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, പാട്ട്, മേളം ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നതാണ് പ്രൊമോയ്ക്ക് അത് കാണിക്കുന്നത്. ഇതാണ് പ്രൊമോ. ഓക്കെ, അപ്പോൾ ഇനി എവിക്ഷൻ്റെ കാര്യം എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ നിങ്ങളോട് രാത്രി പറഞ്ഞതുപോലെ തന്നെ നോ എവിക്ഷനാണ്. ആരും തന്നെ പുറത്തു പോയിട്ടില്ല. ഇന്നലെ 3 പേരെ സേവ് ആക്കി. ശ്രീധുവിനെ സേവ് ആക്കി, ശ്രീരേഖയെ സേവ് ആക്കി, നമ്മുടെ പിന്നെ ഒരാളെ കൂടി അഭിഷേക് ശ്രീകുമാറിനെ സേവ് ആക്കി. ബാക്കിയുള്ള 6 പേരുണ്ട്. അവർ 6 പേരെ ഇന്ന് സേവ് ആക്കും. നോ എവിക്ഷനാണ്. അപ്പോൾ എനിക്കറിയില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന് എത്ര ദിവസം മുന്നോട്ട് പോകും എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇപ്പം കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ 7 തമിഴിൽ ഇതുപോലെ തന്നെ 28ാമത്തെ ഡേ 5 പേരെ കൂടി വീട്ടിനകത്ത് കയറ്റി വിട്ട് വീണ്ടും 19 ഈ 19ൽ നിന്നും എവിക്റ്റ് ആക്കാൻ വേണ്ടി മിഡ് വീക്ക് എവിക്ഷൻ വെച്ചു, ഡബിൾ എവിക്ഷൻ 2-3 വെച്ചു, ഭൂകമ്പം ടാസ്ക് ഒരെണ്ണം വെച്ചു. അതായത് 2 പേരെ ഒറ്റയടിക്ക് കൊഴിഞ്ഞു പോയി 2 പേര് തിരിച്ചു വരുന്ന ടാസ്ക്, ഭൂകമ്പം ടാസ്ക് വെച്ചു. ഇതിൻ്റെ അവസാനം പണപ്പെട്ടി വെച്ചു. പിന്നെ ടോപ്പ് 5 ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. വീട്ടിനകത്ത് റീ എൻട്രി കയറിയിട്ട് പോലും കണ്ടസ്റ്റൻസിനെ കൊണ്ട് ചെയ്യിച്ചു. മിഡ് വീക്ക് ലാസ്റ്റ് ഒരെണ്ണം വെച്ചു, ലാസ്റ്റും ഒരു മിഡ് വീക്ക് വെച്ചു. അങ്ങനെ മൊത്തം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 105 ദിവസം അതിനകത്ത് 105 ദിവസം ഉണ്ടായിട്ട് പോലും കുറേ പേരെ എടുത്തു കളഞ്ഞത് ബുദ്ധിമുട്ടിയാണ് എടുത്തു കളഞ്ഞത്. അപ്പോൾ ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്ന ഒരു 100 ദിവസം, നമുക്ക് 105 വേണ്ട, ഒരു 100 ദിവസമെങ്കിലും നമ്മുടെ മലയാളം ബിഗ് ബോസ് കാണാൻ പാകത്തൊക്കെ വണ്ണം ഒരു തവണ എങ്കിലും ഒരു കൊതിയാണ്, ഒരു കൊതിക്ക് കാണാനാണ്. ഹിന്ദിയൊക്കെ 140, 130, 120 ഒക്കെ വരുമ്പോൾ നമുക്ക് അത്രയും വേണ്ട, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഒരു 100 ദിവസം കണ്ടായി. നമുക്ക് എപ്പോഴും മലയാളം ബിഗ് ബോസ് 92 ദിവസമാണ്. അതൊന്ന് 100 ദിവസം കണ്ടായി. സീസൺ 3 എക്സ്റ്റെൻഡ് ചെയ്തതാണ്. നമ്മുടെ ഡിംപിൾ ബാൽ അച്ഛൻ മരിച്ചിട്ട് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അത് 95 ദിവസം നിന്നും പോയി. അപ്പോൾ അതുകൊണ്ട് ഒരു 100 ദിവസം കാണാൻ പറ്റണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തമിഴാണെങ്കിൽ ഒരു 120 ദിവസം എനിക്ക് കാണണമെന്ന് പറയും. കാരണം 105 ദിവസം തന്നെയാണ് എല്ലാ സീസണും. അപ്പോൾ ഒരു സീസൺ 120 ദിവസം ആയി കഴിഞ്ഞാൽ കാണാൻ രസം ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം, പ്രൊമോയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. എക്സാം ആയതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് കമൻറ്റ് ചെയ്യണം. ബിഗ് ബോസ് ആണെന്ന് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.